എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കാറ്ററിംഗുകാർ സദ്യകളിൽ ഓർഡർ അനുസരിച്ച് തയ്യാറാക്കി കൊടുക്കുന്ന അടപ്രഥമന്റെ വീഡിയോ ആണ്. ഈ ഒരു പ്രഥമൻ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. പ്രഥമന്റെ സ്വാദ് കൂട്ടുന്നതിനായിട്ട് കാറ്ററിംഗുകാർ ചേർക്കുന്ന ഒരു പ്രത്യേക സീക്രട്ട് കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ പ്രഥമൻ തയ്യാറാക്കി എടുക്കുന്നത്. വളരെ എളുപ്പമാണ് ഈ ഒരു പാചകം, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ഓണനാളില് നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഈ ഒരു പ്രഥമൻ എങ്ങനെയാണ് വീടുകൾ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യം മറക്കല്ലേ. ഇനി നമുക്ക് അടപ്രഥമൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഇനി വെട്ടി തിളച്ച് കിട്ടണം. ഇതിനായിട്ടൊന്ന് മൂടിയും കൂടെ വെച്ചു കൊടുക്കാം. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 200 ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ വെള്ളത്തിലേക്ക് പൊട്ടിച്ച് ചേർക്കാം. വെള്ളം ഇപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള അട ചേർക്കാം. അട ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അട വെള്ളത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് അട ഒന്ന് വേവിക്കാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഈ ഒരു തിളച്ച വെള്ളത്തിൽ കിടന്ന് അട നന്നായിട്ട് വെന്ത് കിട്ടും. അതുവരെയും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അട കുതിർന്നു വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. 200 ഗ്രാം അടയ്ക്ക് 500 ഗ്രാം അളവിലാണ് ശർക്കര വേണ്ടത്. അട വെന്ത് വരുന്ന സമയം കൊണ്ട് 1 കിലോ ശർക്കര 1 ലിറ്റർ വെള്ളത്തിൽ നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. ഇനി ശർക്കര നന്നായിട്ട് തന്നെ ഉരുകി വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്ത് വെക്കേണ്ടത് 2 നാളികേരം തിരുമ്മി അതിന്റെ പാല് പിഴിഞ്ഞു വെക്കുക. പാലെടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ടുള്ള നാളികേരപ്പാലാണ് നമുക്ക് വേണ്ടതും. ഞാനിതുപോലെ 2 നാളികേരമാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് തിരുമ്മി പാല് പിഴിഞ്ഞുകൂടെ വെക്കാം. അങ്ങനെ നമ്മുടെ അട തിളച്ച വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അട ഒന്ന് വെള്ളം മാറ്റിയെടുക്കാം. അതിനുശേഷം 2-3 തവണ തണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകിയെടുക്കണം. അങ്ങനെ ചെയ്യുന്നത് അടയിലെ ആ ഒരു സ്റ്റാർച്ച് പോയി കിട്ടുന്നതിനാണ്. അല്ലെങ്കിൽ നമ്മുടെ അടപ്രഥമൻ വളരെ തന്നെ കുറുകിയ മാതിരി ആയി പോകും. അങ്ങനെ നമ്മുടെ അട ഞാനിത് പോലെ കഴുകി വെള്ളമെല്ലാം ഊറ്റാൻ വെച്ചിരിക്കുവാണ്. ഇപ്പൊ ഇതിന്റെ ആ ഒരു വെള്ളമയൊക്കെ ഒന്ന് ഊറി വരട്ടെ. അങ്ങനെ ശർക്കര നല്ലതുപോലെ ഉരുകി ഇതിന്റെ കട്ടയെല്ലാം ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇതുപോലൊരു പരുവമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ശർക്കര പാവ് ഒന്ന് അരിച്ചുകൂടി എടുക്കണം. ഇതിനകത്ത് ധാരാളം കല്ലും മണ്ണൊക്കെ ഉണ്ടാകും. അതൊന്ന് കളഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അടയിലെ വെള്ളമെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രഥമൻ തയ്യാറാക്കാനുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഉരുളി ചൂടായി വന്നാൽ പിന്നെ നമുക്ക് നെയ്യാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നെയ്യിന് ചൂടായി വരട്ടെ. ഇനി ചൂടായ നെയ്യിലേക്ക് കാഷ്യൂ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 50 ഗ്രാം അളവിൽ കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ കാഷ്യൂ നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂ ഇപ്പോൾ നല്ലപോലെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 25 ഗ്രാം അളവിൽ റേസിൻസ് കൂടെ ചേർക്കാം. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇളക്കി ഒന്ന് മുരിച്ച് ഫ്രൈ ചെയ്ത് കോരാം. ഇപ്പോൾ ഇതെല്ലാം നല്ലോണം തന്നെ മുരിവായി വന്നിട്ടുണ്ട്. നമുക്കിതിന്ന് നെയ്യിൽ നിന്നും കോരി മാറ്റാം. അങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് കോരിയിട്ടുണ്ട്. ഈ ഇതേ നെയ്യിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള അട ചേർത്ത് കൊടുക്കാം. ഇനി അട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അടയിലെ ആ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വഴറ്റുന്നത്. ഒരുപാട് നേരമൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് മാത്രം വഴറ്റിയെടുത്താൽ മതിയാകും. എല്ലാ ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് മുരിവായി കിട്ടണം. അതുവരെയും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ അട 2 മിനിറ്റ് നേരം ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാവാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ശർക്കര പാവ് ഒഴിച്ചു കൊടുക്കാം. ശർക്കരപ്പാവ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടയും ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അട ഈ ഒരു ശർക്കരപ്പാനിയിൽ കിടന്ന് നല്ലവണ്ണം ഒന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി വരണം. അതുവരെയും നമുക്ക് ഇളക്കി കൊടുക്കാം. അട തിളച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്ത് തന്നെ നമുക്കിത് വറ്റിച്ചുകൂടി എടുക്കാം. ശർക്കരപ്പാവ് നന്നായിട്ട് വറ്റി ഒന്ന് കുറുകിയ പാകത്തിലേക്ക് ആയി വരും. അതുവരെയും നമുക്ക് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കരപ്പാവിൽ കിടന്ന് അട നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഇനിയിപ്പോൾ ഈ ഒരു അട ശർക്കര പാനിയുമായിട്ട് ചേർന്ന് നല്ല കട്ടിയായിട്ട് മാറും. അതുവരെയും നമുക്ക് ഇതുപോലെ തന്നെ തുറന്ന് വെച്ച് തന്നെ ഫുൾ ഫ്ലെയിമിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അട ശർക്കര പാനിയിൽ കിടന്ന് നല്ലോണം തന്നെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പരുവമായാൽ പിന്നെ നമുക്കിതിലേക്ക് 250 മില്ലി അളവിൽ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലോണം തന്നെ ഇളക്കി കൊടുക്കാം. ഇനി 2ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം തന്നെ തിളച്ചെന്ന് വീണ്ടും കുറുകിയ പാകത്തിലേക്ക് ആയി വരണം. അതുവരെയും നമുക്ക് ഒന്നുകൂടെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം.
രണ്ടാം പാലും ചേർത്ത് നല്ലതുപോലെ തന്നെ നമ്മുടെ പ്രഥമൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നല്ല കട്ടിയായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നുകൂടെ തിളച്ച് കുറുകിയ പരുവത്തിലേക്കായാൽ പിന്നെ നമുക്കിതിലേക്ക് ഒന്നാം പാല് കൂടെ ഒഴിച്ച് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പ്രഥമൻ രണ്ടാം പാലൊക്കെ ഒഴിച്ചിട്ട് ചെറിയ തീയിൽ വെച്ച് ഇതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുള്ള ഒരു പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാല് ചേർത്ത് കൊടുക്കണം. ഒന്നാം പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് 4 ചെറിയ കദളിപ്പഴം എന്ന് പറയുമ്പോൾ വളരെ ചെറുതായിരിക്കും. ഈ ഒരു പഴം ഒന്നാം പാലില് നമുക്കൊന്ന് അരച്ച് ചേർക്കാം. കുറഞ്ഞ അളവിൽ പാലെടുത്ത് നമുക്ക് അരച്ചെടുക്കണം. നമ്മൾ 250 മില്ലി അളവിൽ തന്നെയാണ് ഒന്നാം പാൽ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും കുറഞ്ഞ അളവിൽ പാല് ചേർത്ത് നമുക്ക് ഈ പഴം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു പഴം അരച്ച് ചേർക്കുന്നത് കാറ്ററിംഗുകാരുടെ സീക്രട്ട് ആണ് കേട്ടോ. ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പ്രഥമനിലേക്ക് ഈ അരച്ച പഴം ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലോണം ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള നാളികേര പാൽ കൂടെ ഒഴിച്ചു കൊടുക്കുവാണ്. നാളികേര പാലും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിക്കാം. അങ്ങനെ ആരും കൊതിച്ച് കഴിച്ചു പോകുന്ന രുചിയിൽ അടപ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും റൈസിൻസും ചേർത്ത് കൊടുക്കാം. കാഷ്യൂസും റൈസിൻസും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പ്രഥമനിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1 സ്പൂൺ അളവിൽ ഏലക്കപ്പൊടി കൂടെ ചേർക്കാം. ഏലക്കപ്പൊടി കുറച്ച് പഞ്ചസാരയിൽ പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാര കൂടെ ചേർത്തിട്ട് വേണം പ്രഥമൻ തയ്യാറാക്കി എടുക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മുടെ ശർക്കര ചേർത്ത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു ശർക്കര കുത്ത് പ്രഥമനിൽ വരാനും സാധ്യത വളരെ കൂടുതലാണ്. ഈ ഒരു സ്റ്റെപ്പൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഏലക്കപ്പൊടി കൂടെ ചേർത്ത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളോട്ട് കൂട്ടുകാരെ. എല്ലാവരും വീഡിയോ കണ്ട് വീടുകൾ തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും ഇന്ന് കണ്ട വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയും കണ്ടുമുട്ടാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.